അവിടെ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. അവൻ വേദപുസ്തകത്തിനകത്ത് 3 അപ്പോസ്തലിക പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 എണ്ണം എഫേസ്യർക്കെഴുതിയ ലേഖനത്തിനകത്താണ്. ഹല്ലേലൂയ. അപ്പോസ്തലിക പ്രാർത്ഥന എന്ന് വെച്ചാൽ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ ചെയ്യുന്ന പ്രാർത്ഥനയിൽ 2 പ്രാർത്ഥന എവിടെ 3 എണ്ണം ഉണ്ട് അതിനകത്ത്. എല്ലാ ലേഖനങ്ങൾക്കകത്തുകൂടെ അതിൽ ഹല്ലേലൂയ 2 പ്രാർത്ഥനയുള്ളത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. ഇതിന്റെ മുകളിലത്തെ ഭാഗം ഇതിന് മുന്നേ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2ാമത്തെ ഭാഗത്ത് അവിടെ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഹല്ലേലൂയ ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്, നിങ്ങൾ അറിയണം. എന്തോ അറിയണം? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും അറിയണം. ഹല്ലേലൂയ. അറിവില്ലായ്മയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തോൽപ്പിച്ച് കളയുന്നത്. ഹല്ലേലൂയ. അറിവില്ലായ്മയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? തളർന്നു പോകുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുവാണ്, നിങ്ങൾ അറിയണം നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്തെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പലയിടത്തും പരാജയപ്പെടാനുള്ള കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഞായറാഴ്ച മുടങ്ങത്തില്ല, അന്യഭാഷയുണ്ട്, മണിക്കൂറുകൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ എൻ്റെ മേൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്താന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇത് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഒരു പ്രാർത്ഥനയാ നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പം എന്താന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ ദൈവശക്തി പകരുന്നത്? വചനം പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഒടുവിലത്തെ നാളിൽ ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെയും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് വെച്ച് ഒടുവിലത്തെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മാത്രമല്ല നമ്മുടെ മേൽ അഭിഷേകം പകരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകം പ്രാപിച്ച് എത്ര പേരുണ്ട്? ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇനി പ്രാപിക്കാനുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി. അഭിഷേകം വന്നിട്ടില്ല, എനിക്ക് അഭിഷേകം ആരുമില്ലേ? ഹല്ലേലൂയ. ഓ കർത്താവേ സ്തോത്രം. എല്ലാവരും അഭിഷേകം പ്രാപിച്ചവർ. അപ്പോഴേ ശരിക്കും ഇതങ്ങ് പ്രസംഗിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ശക്തിയോടങ്ങ് നിന്നാൽ മതി. ഏത് ശത്രുവിൻ്റെ കോട്ടയാണേലും തകർന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചറിഞ്ഞേ. അഭിഷേകമുണ്ടോ അവരെ നോക്കിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. അപ്പൊ പൗലോസിന് മനസ്സിലായി, ശക്തി പ്രാപിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വലിപ്പം അറിയത്തില്ല. ഹല്ലേലൂയ. ബലമുണ്ട് പക്ഷെ വലിപ്പം അറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരുന്ന ഓരോ വ്യക്തികളും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്താന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി എന്താന്ന് നമ്മൾ പറയുക, അഭിഷേകം പ്രാപിച്ചു അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒടുവിലത്തെ നാളിൽ ദൈവം എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇറ്റ്സ് ഓക്കെ, അത് ശരി തന്നെയാണ്. ദൈവം നമ്മളെ ഒടുവിലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. പക്ഷെ അതിലുപരിയായി ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ഹല്ലേലൂയ നമ്മളെ സകലത്തിനും ശക്തീകരിക്കുന്ന ഒന്നാണ്. ഈ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ മുൻപിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കേണ്ടവരല്ല. സകലത്തെയും ഭരിക്കുവാൻ തക്കവണ്ണം ഒരധികാരം ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശക്തിയെ തിരിച്ചറിയുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നീ തളർന്നു പോകത്തില്ല, ഒരു പ്രശ്നത്തിന്റെ നടുവിൽ തളർന്നു പോകത്തില്ല, ഒരു രോഗത്തിന്റെ നടുവിൽ തളർന്നു പോകത്തില്ല, ഒരു പിശാചിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നീ തകർന്നു പോകത്തില്ല, ഒരു അന്ധകാര ശക്തിയുടെ മുൻപിൽ നീ തോറ്റുകൊടുക്കത്തില്ല. കാരണം നമുക്കറിയാം, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വിരോധമായി വരുന്ന സകല അധികാരങ്ങളെയും ജയിപ്പാൻ മതിയായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമ്മളിൽ വരണമെന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തോറ്റുപോകാൻ കാര്യം എന്താ? ഇരിക്കുന്ന ശക്തിയുടെ വലിപ്പം
അറിയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ രോഗിയായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഹല്ലേലൂയ, എന്താ എനിക്ക് ഈ രോഗം? രോഗികളെ സൗഖ്യമാക്കിയ മനുഷ്യൻ, ആമേൻ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച മനുഷ്യൻ, ഒറ്റ വാക്കുകൊണ്ട് അവളെ വിട്ടു പോന്ന് പറഞ്ഞപ്പോ ഒറ്റ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയ മനുഷ്യൻ ഒരിക്കൽ പ്രതികൂലത്തിനകത്തായപ്പോ അവൻ ഇദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്ക് എന്റെ രോഗം മാറ്റണം. രോഗമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്റെ രോഗം മാറ്റണം. 1 2 അല്ല, 3 തവണ ദൈവത്തോട് അപേക്ഷിച്ചു. ആദ്യത്തെ 2 തവണ ദൈവം റിപ്ലൈ ചെയ്തില്ല. ഹല്ലേലൂയ. 3ാമത്തെ തവണ പ്രാർത്ഥിച്ചപ്പോഴുണ്ട് സ്വർഗം പറയുക, അല്ല, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ. ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. എന്താ അതിന്റെ കാര്യം? നമ്മുടെ കയ്യിലെ 10,000 രൂപ അടങ്ങിയ ഒരു പേഴ്സ് ഇരിപ്പുണ്ട്. അത് നമുക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതാന്ന് വിചാരിച്ചു. ആ 10,000 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ അതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അറിയാമായിരിക്കെ, ഹല്ലേലൂയ, 5,000 രൂപയുടെ ആവശ്യം വരുമ്പോൾ, ഹല്ലേലൂയ, ആകുലപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. അല്ലെ, 2,000 രൂപയുടെ ആവശ്യം വരുമ്പോൾ നിന്റെ കയ്യിൽ 2,000 രൂപയുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കാരണം ഇരിക്കുന്ന പേഴ്സ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. അതെനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. അതിന് ആരും ചോദിക്കാൻ വരത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഈ കവർ, ഈ പേഴ്സിനകത്ത് കിടക്കുന്നത് എന്താണെന്ന് അറിയാൻ വയ്യാത്ത വ്യക്തിയാണെങ്കിലോ, ഇതും കക്ഷത്ത് വെച്ചോണ്ട് എനിക്ക് 5,000 രൂപയുടെ ആവശ്യമുണ്ട്, തരുമോ? നാളെ തരാം, മറ്റൊന്ന് തരാം എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് കാര്യം എന്താ? ഈ കവറിന്റെ വലിപ്പം അറിയത്തില്ല, കൈയിരിക്കുന്ന പേഴ്സിന്റെ വലിപ്പം അറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയാം, എന്റെ കൃപ നിനക്ക് മതി. അപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇനി ഈ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കേണ്ട, ഇതിനെ ജയിപ്പാൻ അവൻ ഒരു പിശാചിന്റെ ദൂതനെ കൊടുത്തിരുന്നത്, കൂടെ കുത്താൻ. ഹല്ലേലൂയ. എന്തിനാ കൊടുത്തിരുന്നേ? അഭിഷേകമുള്ള, പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, പ്രാർത്ഥനയുള്ള, ആമേൻ, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു അഭിഷിക്തന്റെ പോയി, ആമേൻ, പൗലോസ് പറയുക, ഒരു പിശാചിന്റെ ദൂതനെ ഏൽപ്പിച്ചേക്ക് എന്നെ കുത്താൻ. ഇവനോട്ട് അങ്ങോട്ട് പോകുന്നുമില്ല, ശല്യം ഒഴിയുന്നില്ലെന്നേ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ വലിപ്പത്തെ അറിയുന്ന ദൈവ മക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നിനും കീഴടങ്ങാൻ അല്ല നിന്നെ വിളിച്ചേ, സകലത്തെ ജയിപ്പാൻ, സകലത്തിന്റെ മേൽ അധികാരം നടത്തുവാൻ സ്വർഗം നമ്മുടെ മേൽ അഭിഷേകത്തെ പകർന്നിരിക്കുമ്പോൾ അതിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങളെ തോൽപ്പിച്ച് ജയമെടുക്കുന്ന ദൈവ മക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. 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 ആമേൻ. പൗലോസ് പറയും, അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന, നിങ്ങളുടെ മേൽ ഇരിക്കുന്ന അഭിഷേകത്തിന്റെ അല്ലെങ്കിൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ എന്നെ ഇന്നതെന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതറിയാൻ തുടങ്ങിയാൽ നമ്മൾ ജയിക്കാൻ തുടങ്ങും. ഈ അഭിഷേകം അറിയാൻ തുടങ്ങിയാൽ അറിഞ്ഞൊരു പ്രാർത്ഥന മതി, ചില വിഷയങ്ങൾ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ വാക്കുകളിൽ നിങ്ങൾ ആടിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ അവൻ ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി, ശിംശോൻ അറിയാം ശിംശോന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വില എന്തെന്ന്. ആമേൻ. ഹല്ലേലൂയ. ശിംശോന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വില എന്താണെന്ന് ആർക്കറിയാം? ശിംശോൻ അറിയാം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സിംഹം നേരെ ചാടി വന്നു. വചനം പറയുന്നു, കയ്യിൽ ആയുധമില്ല. ഹല്ലേലൂയ. നേരെ മുന്നോട്ട് ചെന്ന് കീഴ്ത്താടിയും മേൽത്താടിയും 2ആയി പിടിച്ചു വലിച്ചു കീറിയച്ചു പറഞ്ഞു, എടാ, നീ എൻ്റെ നേരെ വരാൻ നിനക്ക് ശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കാരണം എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം നിന്നെ ജയിപ്പാൻ മതിയായതാണ്. ഈ ദിവസങ്ങളിൽ അഭിഷേകത്തെ തിരിച്ചറിയുന്ന ദൈവ ജനത്തിനാ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, തനിക്ക് നേരെ വന്ന പൈശാചിക മണ്ഡലത്തെ ശിംശോൻ തിരിച്ചറിഞ്ഞു. തോറ്റു കൊടുത്തില്ല, കീഴടങ്ങി കൊടുത്തില്ല. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന ശിംശോൻ, അഭിഷേകം ചലിച്ചിരുന്ന ശിംശോൻ അതിനെ ജയിച്ചു പുറത്തു വന്നു. ആമേൻ. ഹല്ലേലൂയ. ഒന്ന്, തനിക്കത് തിരിച്ചറിയാം. ആമേൻ. വിരോധമായി വന്ന ശത്രുവിന്റെ മണ്ഡലത്തെ ആര് തിരിച്ചറിഞ്ഞു? ശിംശോൻ തിരിച്ചറിഞ്ഞു. ആമേൻ. ഒരു സിംഹത്തെ വലിച്ചു കീറി കൊന്നുകളഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞു പുള്ളിക്കാരൻ, ഹല്ലേലൂയ, ആമേൻ, അവന്റെ ജീവിതത്തിനകത്തൊരു ബലഹീനത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു വേശ്യയുടെ അടുക്കൽ പോയി. വചനം പറയുന്നു, അവിടെ അവൻ വേശ്യയായ ആ സഹോദരി അവൻ ഇവനെ മയക്കിയപ്പോ അവൻ ചോദിച്ചു, നിന്റെ ശക്തി ഏതിലായിരിക്കുന്നേ? ഹല്ലേലൂയ.
ശക്തി ഏതിലായിരിക്കുന്നേ? പുള്ളി ഓരോന്നോരോന്നായിട്ട് മാറ്റി പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, പച്ച കയർ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ നിസ്സഹായകനാണ്, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ആ ഭാഗം ഇപ്പോഴും പെട്ടെന്ന് വായിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു പോവുക. ആമേൻ. പച്ച കയർ കൊണ്ട് ആമേൻ ബന്ധിച്ചാൽ ആമേൻ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഞാൻ ആമേൻ ഒതുങ്ങിപ്പോകും. ഹല്ലേലൂയ. പുള്ളി ഉറങ്ങിയപ്പോൾ അതുപോലെ ബന്ധിച്ചു. എന്നിട്ട് അല്ലെ പതുക്കെ തട്ടി വിളിക്കുക, നോക്ക് നിന്റെ പുറത്ത് ബന്ധനം വീണു, ഇനി ഇങ്ങനെ പുറത്തു വരും. ശിംശോൻ പറയുക, നിനക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, നിനക്ക് തോൽപ്പിക്കാൻ കഴിയാത്തൊരു അഭിഷേകം എൻ്റെ മേൽ കിടപ്പുണ്ട്. അവൻ വചനം പറയുന്നു, ശിംശോൻ ഉണർന്നു. അല്ല, ശിംശോൻ ഉണർന്നു. താൻ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റപ്പോ തൻ്റെ മേൽ കിടന്ന അവനെ കയറുകൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ഹല്ലേലൂയ തീ തൊട്ട ചണനൂൽ പോലെ, ലേഹിയിൽ വെച്ച ഹല്ലേലൂയ തീ തൊട്ട ചണനൂൽ പോലെ തൻ്റെ മേൽ നിന്ന് പാറിപ്പോയി. തൻ്റെ ചാർച്ചക്കാര താൻ ബന്ധനത്തിനകത്താണെന്ന് പറഞ്ഞതും തന്നെ ബന്ധിച്ചതും ഹല്ലേലൂയ താൻ അതിനെ കുടഞ്ഞു പുറത്തു വന്നു. രണ്ടാം അടുത്ത് ഗസയിൽ പോവുക. അവൾ അവിടുത്തെ സ്ത്രീയോട് പറയുക, അവൻ ഈ തലയിലെ 7 മുടിയിലെ എൻ്റെ ശക്തി ഇരിക്കുന്നേ, അതിനെ നൂൽപ്പാവോട് ചേർത്ത് ബന്ധിച്ചാൽ പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. അവിടെ അവൾ ഉറക്കി. എന്നിട്ട് തട്ടി വിളിച്ചു, ശിംശോനെ, ഇതാ നിന്റെ ശത്രുക്കൾ വന്നു നിൽക്കുകയാണ്. ശിംശോൻ പറയുക, ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ശക്തി അവിടെ കിടപ്പുണ്ട്, ഞാൻ അതിൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഒരു പിശാചിന്, ഒരു ശത്രുവിനെ അവനെ ഒതുക്കാൻ കഴിയത്തില്ല. അടുത്ത തവണയും ശിംശോൻ കുടഞ്ഞെഴുന്നേറ്റു. ഹല്ലേലൂയ. ഞാൻ പറയാം, ആ തലമുടിയിലെ ശക്തി കിടക്കുന്നിടത്തോളം എന്ന് വെച്ചാൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെയും നിങ്ങളുടെ മേൽ കിടക്കുന്ന പ്രാർത്ഥനയെയും ശത്രുവിന് പൂട്ടാൻ കഴിയാത്തിടത്തോളം ഒരു പിശാചിനെ നിങ്ങളെ ഒതുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയാൻ നിങ്ങൾക്ക് ജീവനുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പറയുക, ഏത് പിശാച് നിങ്ങളെ പൂട്ടാൻ നോക്കിയാലും നിങ്ങൾ പുറത്തു വരും. അടുത്തൊരൊറ്റ മനുഷ്യന്റെ സഹായം നിങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ഒരു സ്തോത്രം പറയാൻ നിനക്ക് ജീവനുണ്ട്. ഏത് പൂട്ട് നിന്റെ മേൽ വീണാലും നീ പുറത്തു വരും. നിനക്ക് ആഗ്രഹമുണ്ടോ, നിനക്ക് അതിനെ പൊളിച്ച് പുറത്തു വരാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ ഒന്ന് വേണം, ആഗ്രഹം വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരുണ്ട് ആമേൻ പ്രാർത്ഥിക്കുകയും ചെയ്യും, ആമേൻ ആരാധിക്കുകയും ചെയ്യും. വയ്യ ഉണ്ടാവുമ്പോൾ പാസ്റ്റർ വിളിക്കും, പാസ്റ്ററെ തൊണ്ടയിൽ ഒരു പ്രശ്നം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചുമ, പാസ്റ്റർ വന്നാലേ ഇത് കണക്ക് തീരത്തുള്ളൂ. എന്താ, പാസ്റ്റർ ചെന്ന് പിന്നെ ബന്ധനം ഇളക്കി വിട്ട് അതിനൊന്ന് റെഡിയാക്കിയാലേ. അഭിഷേകം ഉണ്ടോ? ഉണ്ട്. ആരാധിക്കും. അന്യഭാഷ ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. എന്നാലും പാസ്റ്റർ ചെല്ലണം ഇളക്കി വിടാൻ. ഹല്ലേലൂയ. ഞാൻ പറയും, സ്തോത്രം പറയാനുള്ള ശക്തി നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ ശിംശോന്റെ തലയിൽ തൻ്റെ ഞാൻ പ്രാർത്ഥനയുടെ പ്രതീകം കണക്ക് കൂട്ടുക. നിങ്ങൾക്കത് പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തോ. പ്രാർത്ഥനയുടെ പ്രതീകം, തൻ്റെ മേൽ കിടന്ന അഭിഷേകത്തിന്റെ പ്രതീകമായ ആ ജടയിൽ കെട്ടു വീണെങ്കിലും അത് തന്നിൽ നഷ്ടപ്പെടാത്തെടുത്തോളം തൻ്റെ മേൽ കിടന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ചിലതിനെ കുടഞ്ഞെഴുന്നേൽക്കാൻ ശിംശോന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, നിന്നെ ബന്ധിക്കാൻ വരുന്ന ഏത് പ്രതികൂലമായി കൊള്ളട്ടെ, നിന്റെ നന്മയും നിന്റെ അനുഗ്രഹത്തെ, നിന്റെ സാമ്പത്തിക മേഖലയെ പൂട്ടാൻ വരുന്ന ഏത് പ്രതികൂലമായി കൊട്ടെ, അവൻ പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടോ, മുഴങ്കാൽ മടക്ക, പ്രാർത്ഥിക്ക, അഭിഷേകത്താൽ ജ്വലിക്ക. നീ ചിലതിനെ ജയിച്ച് പുറത്തു വരും. കാരണം നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം സകലത്തെ ജയിച്ച് പുറത്തു വരത്തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുന്നതാ. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നേ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ചുമ്മാതല്ല പ്രവാചകന്മാർ പറഞ്ഞേ, തിരിച്ചറിവില്ലായിക എൻ്റെ ജനം നശിച്ചു പോകുന്നുവെന്ന്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് വരണം. അഭിഷേകത്തിൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ നിങ്ങളുടെ നാരാന്ന്, നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വേലയാണെന്ന് തിരിച്ചറിയുക. ഇത് അധികാരമുള്ളതാണ്. യാതൊന്നിനും നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. എപ്പോഴാ ശിംശോൻ പരാജയപ്പെട്ടെന്നറിയാമോ? എപ്പോഴാണോ തൻ്റെ ജഡ നഷ്ടമായത്. ഒടുവിൽ എല്ലാത്തിലും അവനെ ഒതുക്കിയെന്നാണ് പറയുന്നത്. ശക്തിയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തു, ഈ ജഡ നഷ്ടമായാൽ എനിക്ക് പിന്നെ എഴുന്നേക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയും, തൻ്റെ പ്രാർത്ഥന, തൻ്റെ ആരാധന, തൻ്റെ അഭിഷേകം മൊത്തത്തോടെ അങ്ങ് വഴിച്ചു കളഞ്ഞു.
ചിലരുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. നിനക്ക് പുറത്തു നിന്നുള്ള ആളിൻ്റെ സഹായം വേണം. ഹല്ലേലൂയ. നിനക്കൊരു പാസ്റ്റർ സഹായം വേണം. അത് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല, ആരാധനയ്ക്ക് വരാൻ തോന്നത്തില്ല. അല്ല, ഇങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് നിങ്ങൾ എത്തിപ്പെട്ടു പോയാൽ പിന്നെ പാസ്റ്റർ സഹായം വേണം. അത് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. അവിടെ ശിംശോൻ പരാജയപ്പെട്ടു. കാര്യം എന്താ? തൻ്റെ ശക്തി നഷ്ടപ്പെട്ടത് അറിയാതെ താൻ കുടഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ആമേൻ. ഫെലിസ്ത്യർ വന്ന് ഇവൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് ഇവനെ ബന്ധനസ്ഥനാക്കി. അല്ലെ, പക്ഷേ എന്നിരുന്നാലും അവിടെ കിടന്ന് താൻ അനുദപിച്ചപ്പോൾ തൻ്റെ ജഡ വളർന്നു തുടങ്ങിയ സമയത്ത് ദൈവം അവൻ ആരും പോയില്ല അവൻ എഴുന്നേൽപ്പിക്കാൻ. പക്ഷെ ദൈവം ശക്തി കൊടുത്ത് അവൻ തൻ്റെ മേൽ കിടന്നിരുന്ന നിയോഗത്തെ പൂർത്തീകരിക്കുവാൻ ദൈവം അവനെ ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനം തിരിച്ചറിയുക, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം പിശാച് വരുമ്പോ പറഞ്ഞ, പിശാചേ നിനക്ക് ഞാൻ തരത്തില്ല, എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം നിന്നെ ജയിപ്പാൻ ശക്തിയുള്ളതാ. അതിനെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഒരു പ്രതിസന്ധി വരുമായിരിക്കാം, ജീവിതകാലം ഉടനീളം പിശാച് നിന്നെ അറ്റാക്ക് ചെയ്തോണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ മുൻപിൽ തോറ്റുകൊടുക്കാനല്ല, ചിലതിനെ എതിർത്ത് ജയിപ്പാൻ, ചിലതിനെ ജയിച്ചു പുറത്തു വരുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവശക്തിയുടെ വലിപ്പത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകമുള്ളവന് നേരെ പിശാചിന്റെ തന്ത്രം വന്നാൽ, അവന്റെ കെട്ട് വന്നാൽ നീ കുടയണം. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയോ? കുടയ. ശിംശോൻ പറഞ്ഞില്ല, അയ്യോ എന്നെ പൂട്ടിക്കളഞ്ഞു, ഇനി വിടുവിക്കാൻ ഇസ്രായേലിന് വേറെ ആള് വരട്ടെന്ന് പറഞ്ഞില്ലെന്നേ. ദൈവ സാന്നിധ്യത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോ താൻ പുറത്തു വരത്തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി തന്റെ മേൽ വ്യാപരിച്ചെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അതേ നടക്കത്തുള്ളൂ. ആമേ. ഞാൻ വിചാരിക്കുക പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാലേ ശരിയാകത്തുള്ളൂ. ഇനി നിങ്ങൾ തല ഉത്തരം നിന്നാലും പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാലേ ശരിയാകത്തുള്ളൂ. ചിലരുണ്ട്, ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ ശരിയാകത്തില്ല, അടുത്ത പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അവിടെ ഞാനും പാസ്റ്ററും കൂടെ തല ഉത്തരം നിന്നാലും നിങ്ങൾ ശരിയാവത്തില്ല. നിങ്ങൾക്ക് ആ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാലേ, പാസ്റ്റർ ഇല്ലേലും എന്നെ കൊണ്ട് കയറി വരാൻ ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അത് മതി, നിങ്ങൾ ആരാധിക്കും, നിങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. അതാ പറഞ്ഞ, വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം എന്താണ് അതിനനുസരിച്ചാ പ്രവൃത്തി വെളിപ്പെടുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ പുറകെ പോയിട്ടും കാര്യമില്ല. അവർ പറഞ്ഞത് അവരത് വിശ്വസിച്ചിരിക്കുക. പുറകെ നടന്നാൽ അവർ വരുമോ? വരത്തില്ല. അവർ തലയിടിച്ച് മുട്ടുകുത്തി തല ഉത്തരം പ്രാർത്ഥിച്ചാൽ അവർ വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തിരിച്ചറിയണം നമ്മൾ ആരാന്ന്, നമ്മളിൽ കിടക്കുന്ന ദൈവശക്തി എന്താന്ന്. ഇതില്ലെങ്കിൽ നമ്മൾ ഒരിടത്തും ആമേൻ തിരിച്ചറിയണം. അഭിഷേകം ഇല്ലാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. എനിക്കറിയാം, വർഷങ്ങൾ അഭിഷേകം ഇല്ലാതിരുന്നവർ ഒത്തിരി പേരധികം നമ്മുടെ ആലയത്തിനകത്ത് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. അഭിഷേകം ഇല്ലാത്തവരുണ്ട്, പ്രാർത്ഥിക്കുക, അഭിഷേകം ചെയ്യും. അഭിഷേകം ഉള്ളവരുണ്ടോ? പറയുക, എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ചിലതിനെ കൊടയാൻ. നിങ്ങളുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ കൊണ്ട് പുറത്തു വരണമോ? നിങ്ങൾ തന്നെ കൊടയണം. നിങ്ങൾ തന്നെ കൊടയണം. ചിലതിനെ ജയിച്ച് നിങ്ങൾ തന്നെ പുറത്തു വരണം. അതിനാവശ്യം എന്തിനാ കൂട്ടായ്മയ്ക്ക് വരുന്നേ? അവൻ അവിടെ പകരുന്ന അഭിഷേകത്തിന്റെ ശക്തി ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ അത്രയും ആമേൻ ഹല്ലേലൂയ നമുക്ക് അവൻ ഏകാഗ്രത കിട്ടത്തില്ല. ആലയത്തിൽ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കുന്ന അഭിഷേകം തന്നെ ബലപ്പെടുത്തും. അതിനും ആരാധനയ്ക്ക് വരുന്നേ. ഹല്ലേലൂയ. തിരിച്ചറിയുക, വിരോധമായി വരുന്ന ശക്തികളെ ജയിക്കാൻ എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ട്. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അളവറ്റ അഭിഷേകത്തിൻ്റെ വലിപ്പം സകല പ്രതികൂലത്തിനകത്തുനിന്നും എന്നെ പുറത്തെടുക്കാൻ ശക്തിയുള്ളതാ. ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വേണം. ആമേൻ. എനിക്ക് വിരോധമായി വരുന്ന ശത്രു മണ്ഡലങ്ങളെ എനിക്ക് ജയിക്കണം, അതിനെന്നെ ശക്തീകരിക്കണം. അഭിഷേകമുള്ളവരുണ്ടെങ്കിൽ പറയും, കർത്താവേ, ഏത് വെല്ലുവിളിയാണെങ്കിലും അതിനെ ജയിക്കത്തക്ക അഭിഷേകം എൻ്റെ മേലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, അവൻ വ്യക്തികളോട് പറഞ്ഞു കൊടുക്കുക, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ അതനുസരിച്ചവല്ല, അതുപോലെ ചേഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നീയായി ചിലതിനെ ജയിച്ചാൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിനും പറ്റത്തില്ല.
ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, അഭിഷേകത്താൽ ചിലതിനെ ജയിക്കുക. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. പരിശുദ്ധനെ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം അടിയൻ പ്രാർത്ഥിക്കുന്നു. അമ്മേൻ, ഇതിനകത്ത് നിൽക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ, അവരുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അവൻ ശക്തി എന്തെന്ന് തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അവരുടെ അകത്ത മനുഷ്യന്റെ കണ്ണുകളെ തുറക്കണമേ. അന്ധത മാറിപ്പോകട്ടെ. ശൈശവത്തിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. ജനം ബലം പ്രാപിക്കട്ടെ. ആത്മാവിൽ വളരട്ടെ, ആത്മാവിൽ ബലപ്പെടട്ടെ, അഭിഷേകത്തിൽ ശക്തി പെരട്ടെ. സകല സാത്താന്യ മണ്ഡലങ്ങളെയും അവൻ ജയിക്കുന്ന അഭിഷേകമുള്ളൊരു തലമുറ അവൻ ഇതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. കർത്താവേ, എന്നെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. തുറന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ മേൽ ചലിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാതെ അതിനുവേണ്ടി വാഞ്ചിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ അവരെ സ്പർശിക്കണമേ. ആലയം വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് അളവില്ലാത്ത അഭിഷേകം അവരെ മേൽ പൊതിയട്ടെ. അവരത് അനുഭവിക്കട്ടെ. ദൈവ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.